ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാവുന്ന ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് അബൌട്ട് ലോൺ സെറ്റിൽമെൻറ്റ്. പല ആൾക്കാരും അല്ലെങ്കിൽ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ലോൺ സെറ്റിൽമെൻറ്റ് ചെയ്തോട്ടെ, ഇത് ചെയ്താൽ എന്താണ് പ്രശ്നം, ചെയ്യാമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലോൺ സെറ്റിൽമെൻറ്റിനെ കുറിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മുടെ ട്രൂ ബാലൻസിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മുമ്പ് 675 ആയിരുന്നു, ഇപ്പോൾ 650 മതി സിവിൽ സ്കോർ. സാലറി ഉള്ളവർക്കും ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. സാലറി ഉള്ളവർക്ക് ഏകദേശം 5 ലക്ഷം രൂപ വരെ കിട്ടും. അല്ലാത്തുള്ളവർക്ക് നമ്മൾ നോർമലി എടുക്കുന്ന ലെവലപ്പ് ലോൺ 5000, 10000, 20000 ആ റേഞ്ചിൽ കിട്ടും. കുറച്ച് ലഘൂകരിച്ചിട്ടുണ്ട് അവരുടെ ലോൺ പ്രൊസീജിയേഴ്സ്. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതിൽ നിന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലുള്ള ഏകദേശം ഒരു 75% പേർക്കും ലോൺ സെറ്റിൽമെൻറ്റിനെ കുറിച്ച് അറിയാം. നമ്മൾ പൈസ അവർ പറയുന്ന ഡേറ്റിൽ ഒരു പൈസ എമൗണ്ട് പ്രത്യേക ഇത്ര എമൗണ്ട് അടയ്ക്കുക, അതാണ് സെറ്റിൽമെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലോൺ സെറ്റിൽമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടങ്ങൾ, നമുക്ക് വരുന്ന ഇഷ്യൂസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ സുഹൃത്തുക്കളെല്ലാവരും പല ലോൺ ആപ്ലിക്കേഷനിൽ നിന്നും അല്ലെങ്കിൽ NBFCയിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്തവരായിരിക്കാം. അപ്പോൾ നമ്മൾ അടച്ചിങ്ങനെ എന്താ പറയുന്നത്, തട്ടിയും മുട്ടിയും അടച്ചടച്ച് പോകും. ട്രൂ ബാലൻസ് നിന്ന് എടുത്തിട്ട് സ്റ്റാഷ് ഫിന്നിൽ കൊടുക്കും, സ്റ്റാഷ് ഫിന്ന് എടുത്തിട്ട് വേറെ മണി വീൽ അടയ്ക്കും, മണി വീൽ നിന്ന് എടുത്തിട്ട് വേറെ റുപ്പി റെഡിയിൽ അടയ്ക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ആപ്പിൽ നമ്മൾ എലിജിബിലിറ്റി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുഴഞ്ഞു, നമുക്ക് അടയ്ക്കാൻ പറ്റില്ല, സിബിലിലും കയറും, ആകെ പൊല്ലാപ്പാവും. ഇതിലെനിക്ക് തോന്നുന്നു ഈ കേൾക്കുന്നതിൽ ഏകദേശം 90% പേർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ ക്ലിയറായിട്ട് അടച്ചുകൊണ്ടിരിക്കും, മറിച്ച് അടച്ചുകൊണ്ടിരിക്കും, പക്ഷേ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ലോക്കാവും, പണി കിട്ടും. അത് പേഴ്സണൽ ലോണിൻ്റെ കാര്യം മാത്രമല്ല, ക്രെഡിറ്റ് കാർഡും അങ്ങനെ തന്നെയാണ്, ഏത് ലോണായാലും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ചാനലിലുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് ലോൺ ആപ്പിൽ നിന്ന് പേഴ്സണൽ ലോൺ ഉള്ളതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടും എനിക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരു ലോൺ അടച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 5 പൈസയും കാണില്ല, പിന്നെ നമ്മൾ കടമായി, കരച്ചിലായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായി, ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ ആദ്യം ടെൻഷൻ അടിക്കാതിരിക്കുക, അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ലോൺ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അടയ്ക്കുന്ന പൈസയാണ്, നമ്മൾ എമൗണ്ടാണ് ലോൺ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ലോൺ എടുത്തു, അത് എന്താ പറയുന്നത്, 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 6 മാസം കഴിഞ്ഞിട്ടും നമ്മൾ പൈസ അടയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു 10000 രൂപയാണ് നമ്മൾ പലിശ ഉൾപ്പെടെ എടുത്തത്. 6 മാസമായിട്ട് നമ്മൾ എന്താ പറയുക അടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ 6 മാസമൊക്കെ നമ്മൾ അടയ്ക്കാതിരുന്നാൽ അവർ നോർമലി വിളിക്കും, അവരുടെ ടെലികോളേഴ്സ് താങ്കളെ അല്ലെങ്കിൽ നമ്മുടെ വിളിച്ചിട്ട്, സാറേ 10000 രൂപയിലെ എടുത്തത്, സാർ ഒരു 7000 രൂപ അടച്ചാൽ നമ്മൾ ലോൺ ക്ലോസ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും, 3000 രൂപ നമുക്ക് കുറഞ്ഞ് കിട്ടി, അത് ആശ്വാസമായി, നമ്മൾ 7000 രൂപ അടച്ചു, അവർ ലോൺ സെറ്റിലായി. ഇനിയാണ് ഇഷ്യൂസ് വരുന്നത്. ഈ ലോൺ സെറ്റിൽമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിബിലിൻ്റെ ആ ഒരു സൈറ്റിൽ വിൽഫുൾ ഡിഫോൾട്ടർ എന്ന് പറഞ്ഞ് അവർ എന്താ പറയുന്നത് അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5-6 വർഷത്തേക്ക് നമുക്ക് ലോൺ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും അർജൻസിയിൽ നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ സെറ്റിൽമെൻറ്റ് ഉണ്ടായി, ഈ സെറ്റിൽമെൻറ്റ് കാരണം നിങ്ങൾക്ക് ഒരു ലോൺ പോലും കിട്ടില്ല, 100% ഉറപ്പാണ്. അപ്പോൾ ഞാനൊക്കെ സെറ്റിൽമെൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഭാഗത്തു നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ്, തട്ടിയും മുട്ടിയുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ചില സമയത്ത് ആരായാലും പൈസയുടെ ആ ഒരു ട്രബിൾ വരും, നമ്മൾ ഫിനാൻഷ്യൽ ട്രാപ്പിൽ വീഴുകയും ചെയ്യും. 100%, ഞാൻ വീഴില്ല 100% ഉറപ്പുള്ളവർ പോലും ഈ ഒരു ഫിനാൻഷ്യൽ ട്രാപ്പിൽ വീഴും. അതങ്ങനെയാണ് നമ്മുടെ ആ ഒരു ജീവിത സാഹചര്യം. അതായത് നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതുമല്ലോ, ആ ഒരു പേപ്പറിൽ അതൊന്നും നമ്മൾ വായിച്ചു നോക്കില്ല. നമ്മൾ പടപടയാണ്, ഇപ്പോൾ ബാങ്കിലായിക്കോട്ടെ, NBFCയിലായിക്കോട്ടെ, ആപ്പിലായിക്കോട്ടെ, നമ്മളത് പൈസ കിട്ടുന്ന ലാഘവത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് സ്പീഡിന് ഒപ്പിട്ട് അപ്പം അതിലെഴുതിയിട്ടുണ്ട്, നിങ്ങൾ ലോൺ സെറ്റിൽമെൻറ്റ് ചെയ്താൽ ബാങ്കിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്താണ് നിങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്, അത് കേസാകും, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത്രയും ഇഷ്യൂ ഉണ്ടാകും എന്നൊക്കെ അതിലെഴുതിയിട്ടുണ്ടാകും. നമ്മളാരും വായിച്ചു നോക്കില്ല. അവർ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കുന്ന ആ ഭാഗത്ത് ഒപ്പിട്ട് വരും, ഈ ഒരു പേജിൽ ഒപ്പിട്ട് വരും, അങ്ങനെ ഒപ്പോടൊപ്പാണ് ആ ഒരു പേജിൽ മൊത്തവും. ബാങ്കുകാർക്കറിയാം ഈ ഒരു കസ്റ്റമർ, ബാങ്കുകാർക്കറിയാം ഈ ഒരു സബ്സ്ക്രൈബർ എത്ര പറഞ്ഞാലും അടയ്ക്കാൻ കഴിയില്ല, അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഡിഡക്ഷൻ കൊടുത്ത് സെറ്റിൽ ചെയ്യണം, എന്നാലേ അടയ്ക്കുള്ളൂ എന്ന് പറയാനാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കൊരു സ്വസ്ഥത കാണും, പിന്നെ ഇനി നമുക്ക് അടയ്ക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത്രയും എമൗണ്ട് അവർ കുറച്ച് തന്നില്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായ വലിയ നഷ്ടമില്ലാതെ ബാങ്കുകാർക്ക് അവരുടെ ആ ഒരു മുതലും കിട്ടി, ലാഭവും കിട്ടി. പിന്നെ നമുക്കാണ് പണി വരുന്നത്.
ചില HDFC, ICICI പോലുള്ള ബാങ്കുകൾ, SBI പോലുള്ള ബാങ്കുകളാണെങ്കിൽ ഈ സെറ്റിൽമെൻറ്റ് നിങ്ങളുടെ സിബിലിൽ കാണുകയാണെങ്കിൽ ഒരു 7 വർഷം കഴിഞ്ഞാലേ ലോൺ തരികയുള്ളൂ. നമ്മളിപ്പോൾ വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ കാറിനോ ഭൂമിക്കോ വീടിനോ എന്തിന് ലോൺ ചെയ്താലും ഒരു കാരണവശാലും നമുക്ക് കിട്ടില്ല. ഈ 5000 രൂപയൊക്കെ എടുത്തിട്ട് അടയ്ക്കാതിരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇത്രയും ചെറിയ എമൗണ്ട് എടുത്തിട്ട് അവർ ഡിലേ വരുത്തുകയാണെങ്കിൽ ഒരു 5 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ എടുത്തിട്ട് അവർ എങ്ങനെ അടയ്ക്കാനാണെന്നാണ് ബാങ്കുകാർ ചിന്തിക്കുന്നത്. അപ്പോൾ അതാണ് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ ഒരു കാരണവശാലും നിങ്ങൾ വരുത്തരുത്. ഇൻ കേസ് നിങ്ങൾക്ക് ലോൺ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? സെറ്റിൽമെൻറ്റ് വിളിക്കുമ്പോൾ പറ്റില്ല എന്ന് തന്നെ പറയുക. ഇപ്പോൾ 7000 രൂപയാണെങ്കിൽ ഞാനത് 2 മാസത്തെ EMI പേ ചെയ്തോളാം എന്ന് പറയുക. ഓക്കെ, ഒരു 99% അത് സെറ്റിൽമെൻറ്റ് കേസിൽ വരില്ല. നിങ്ങളുടെ ആ ഒരു ആപ്പിൻ്റെ സൈറ്റിൽ പോയി നിങ്ങളത് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരോട് മെയിൽ അയയ്ക്കുക, വിളിച്ച് പറയുക ഞാൻ 7000 രൂപ എടുത്തിട്ടുണ്ട്, അത് 3,500 വെച്ച് 2 തവണയായിട്ട് അടയ്ക്കാം. അല്ലാതെ സെറ്റിൽമെൻറ്റ് ഓപ്ഷനിൽ നിങ്ങളാരും പോകരുത്. ഓക്കെ, ഇതൊരു റിക്വസ്റ്റാണ്. പിന്നെ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടത്, ഈ ഒരു RBI അപ്രൂവ്ഡുള്ള NBFCയിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആൾക്കാർ മൊബൈലും മാറ്റി ചിലർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇനി എത്ര സ്വിച്ച് ഓഫ് ചെയ്താലും എന്താ പറയുക, നിങ്ങളുടെ സിബിലിൽ ആ ഒരു മാറ്റം വരില്ല. അവർ നല്ല രീതിയിൽ സിബിൽ കുറയ്ക്കും. നമുക്കിപ്പോൾ അറിയില്ല, നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ പ്രായക്കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക പൈസയുടെ ഇഷ്യൂ കൊണ്ടായിരിക്കാം. ചില സമയത്ത് പൈസ ഉണ്ടായാൽ പോലും അടയ്ക്കില്ല. അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിൽഫുൾ ഡിഫോൾട്ട് എന്ന് പറയുന്നത്, മനഃപൂർവ്വം അടയ്ക്കാതിരിക്കുന്നത്. നമ്മളിനി മനഃപൂർവ്വം ആയിക്കോട്ടെ അല്ലെങ്കിൽ അറിയാതെ ആയിക്കോട്ടെ, ഇത് രണ്ടിലും അവർ കൊടുക്കുന്നത് വിൽഫുൾ ഡിഫോൾട്ടറാണ്. അതായത് നമ്മൾ പൈസ ഉണ്ട് അതുകൊണ്ടാണ് അടയ്ക്കാത്തതെന്ന് അവർ ആ ഒരു സിബിലിൽ അപ്ഡേറ്റ് ചെയ്യും. അതിനെയാണ് വിൽഫുൾ ഡിഫോൾട്ട്. നിങ്ങൾ സിബിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കാണാം റെഡ് ഒരു ടിക്ക് ആരോ കൊടുത്തിട്ട് വിൽഫുൾ ഡിഫോൾട്ടർ എന്ന് അതിൽ എഴുതിയിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം സെറ്റിൽമെൻറ്റിലേക്ക് പോകാതിരിക്കുക, ലോൺ സെറ്റിൽമെൻറ്റിലേക്ക് പോകാതിരിക്കുക. പിന്നെ പല ആപ്പിൽ നിന്നും വിളിച്ചിട്ട് നിങ്ങളെന്താ പറയുന്നത്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഭീഷണി എന്ന് വെച്ചാൽ ഞാൻ വ്യാജ ലോൺ ആപ്പിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ജെന്യുവിൻ ലോൺ ആപ്പ്, നമ്മുടെ ക്രെഡിറ്റ് ബി, സ്റ്റാഷ്ഫിൻ, മണി വ്യൂ, ബ്രാഞ്ച്, ഇങ്ങനെയുള്ള ആപ്പിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ വക്കീലാണ്, നോട്ടീസ് അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ 4 മണിക്കെത്തും, 5 മണിക്കെത്തും. എൻ്റെ അറിവിൽ അങ്ങനെ ആരും വീട്ടിലെത്തിയതായിട്ട്, അതായത് റിംഗ് എന്ന ആപ്ലിക്കേഷൻ ഒഴിച്ച്, റിങ്ങിൻ്റെ ഒരു ഏജൻസി, കളക്ഷൻ ഏജൻസി നമ്മുടെ എറണാകുളത്തും തിരുവനന്തപുരത്തും എല്ലാം ഉണ്ട്. മറ്റ് ഏജൻസിയിലുണ്ട്, പക്ഷേ അവർ വീട്ടിൽ പോയതായിട്ട് എൻ്റെ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ റിങ്ങിൻ്റെ ആ ഒരു കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് വരും, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ക്രെഡിറ്റ് ബി എന്നൊക്കെ അവർ എന്താ പറയുക, വാട്സപ്പ് വഴി കുറേ ലീഗൽ ഫോർമാലിറ്റി അയച്ചു തരും. നമ്മളിതുകൊണ്ട് പേടിക്കുന്ന ആവശ്യമില്ല. നിങ്ങൾ ലോൺ എടുത്ത് അടച്ചില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ആരെയും ജയിലിലടയ്ക്കുകയോ തൂക്കിക്കൊല്ലുകയോ ഒന്നും തന്നെയില്ല. നമ്മൾ ഫിനാൻഷ്യലി ആ ഒരു ട്രാപ്പാവും, സിബിൽ പോവും. കാരണം അവർ RBI അപ്രൂവ്ഡുള്ള മീൻസ് എന്താ പറയുക ഏജൻസിയാണ്, അല്ലെങ്കിൽ NBFC ആണ്. ഓക്കെ, അപ്പോൾ ആരും പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ ആകെ ഒരു പ്രശ്നം സിബിലിൽ അവർ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അല്ലാതെ ഇപ്പം പല ആൾക്കാരും വക്കീൽ നോട്ടീസ് അയച്ചു, വക്കീൽ നോട്ടീസാണ്, അവരുടെ ആ ഒരു എന്താ പറയുക വക്കീൽ നിങ്ങൾക്ക് അയക്കുന്ന നോട്ടീസാണ്. അത് നോർമലി അവരങ്ങനെ തന്നെ അയക്കും. അത് നിങ്ങളിപ്പോൾ 5000-നും 10,000-നും പോയിട്ട് നിങ്ങളെ എന്താ പറയുക ആരും ഒന്നും വെടിവെച്ചൊന്നും കൊല്ലാൻ പോകുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഏകദേശം 3 വർഷത്തോളം ക്രെഡിറ്റ് ബിന്ന് ക്യാഷ് എടുത്തിട്ട് അടയ്ക്കാതെ ഇരുന്നിട്ടുണ്ട്. പിന്നെയാണ് അദ്ദേഹം അടച്ചത്. അത് നോർമലി എന്താ പറയുക സെറ്റിൽമെൻറ്റിലായി ആകെ പണി കിട്ടി. ഇപ്പോൾ അയാൾക്ക് ലോൺ കിട്ടുന്നേ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.